വെൽക്കം ബാക്ക് ഡിയേഴ്സ്. മലബാർ ഏരിയയിൽ പ്രശസ്തമായിട്ടുള്ളൊരു ഡിഷാണ് അവൽ മിൽക്ക്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഈ ഡിഷ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ. നമുക്കാദ്യം ഒരു പാനിലേക്ക് 1/2 കപ്പ് വെള്ള അവൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല തിന്നായിട്ടുള്ള അവലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെള്ള അവൽ ഇല്ലയെന്നുണ്ടെങ്കിൽ മട്ട അവൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കനം കുറഞ്ഞ അവൽ എടുക്കുകയാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. ഇനി കനം കൂടിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏകദേശം ഒരു 3 മിനിറ്റോളം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോഴേക്കും അവൽ നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാളയംകോടൻ പഴമാണ്. ഞാനിപ്പോൾ 4 പഴം എടുത്തിട്ടുണ്ട്. ഏത് ചെറുപഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ. പക്ഷേ പാളയംകോടൻ പഴമാണ് ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് കൊടുക്കുന്നത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോഴേക്കും പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞും വന്നിട്ടുണ്ടാവും. ഈ പഞ്ചസാരയൊക്കെ ചെറുതായിട്ടൊന്ന് അലിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ അത് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് വെക്കാം. ഇനി നമുക്കിത് ലെയർ ചെയ്യാനായിട്ട് തുടങ്ങാം. ഒരു സെർവിങ് ഗ്ലാസ് എടുക്കാം. അതിലേക്ക് ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ പഴവും പഞ്ചസാരയും കൂടി ചേർത്തിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ നമ്മൾ 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി വറുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കപ്പലണ്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ കാഷ്നട്ട്സ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ കപ്പലണ്ടിയാണ് ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ഈ അവൽ മിൽക്കിന് തരുള്ളൂ. അതിൻ്റെ മീതെ നമുക്കൊരു 3 ടീസ്പൂൺ വറുത്ത അവൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ നമുക്ക് കുറച്ച് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 5 രൂപയുടെ ചെറിയ സാഷയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മീതെ കുറച്ച് പാല് ചേർത്ത് കൊടുക്കണം. കാച്ചി ചൂടായതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മീതെ നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ ലെയേഴ്സായിട്ട് ഇട്ട് കൊടുത്ത് ഈ ഗ്ലാസ് ഫില്ലാകുന്നത് വരെ നിറച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ചിലർ ഈ പഴം പാലും കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലും കുറച്ചും കൂടി ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ് വെച്ച് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാം. വേണമെങ്കിൽ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ചെറീസോ ഇനി അതല്ലെങ്കിൽ ഐസ്ക്രീം ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മീതെ കുറച്ച് ബൂസ്റ്റ് പൗഡർ വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ഭാഗമായിട്ട് നമുക്ക് ഓരോ ബൗളിലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ലെയർ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ.